ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലയിലും വ്യാപക പ്രതിഷേധം. തൃശൂർ എജിഎസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ജയിലിലടച്ച് ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി പി രാജീവ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ എം.പി. LDF വിതരണം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കണ്ടുകെട്ടണമെന്ന് ടി.എൻ. പ്രതാപൻ. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. സത്യഭാമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് RLV രാമകൃഷ്ണൻ. കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവസംഗമം ശനിയാഴ്ച. പീടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ ഒന്നാമനായി. ആവേശമായി തറയ്ക്കൽ പൂരം. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ തൃശൂർ എജിഎസ് ഓഫീസിലേക്ക് മോദിയുടെ കോലമേന്തി പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എജിഎസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന കുത്തിയിരിപ്പ് സമരം ആം ആദ്മി പാർട്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു സന്തോഷ്, CS ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ മോദിയുടെ കോലം കത്തിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ജയിലിൽ അടച്ച് ഭീകരാവസ്ഥ സൃഷ്ടിച്ച് വിധ്വംസക ശക്തിയായി രാജ്യത്തെ കേന്ദ്ര ഭരണകൂടം മാറിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ 4ാം ഘട്ട പര്യടനം കാരളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യമെന്നും അതിസമ്പന്നരുടെ താൽപര്യം മാത്രമാണ് മോദി സർക്കാർ സംരക്ഷിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. മന്ത്രി K. രാജൻ, CPI ദേശീയ കൌൺസിൽ അംഗം KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, P. ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. കാരളം സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം ആളൂരിലെ തുരുത്തിപ്പറമ്പിൽ സമാപിച്ചു. പാർലമെന്റ് അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് KG. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ MP. LDF വിതരണം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കണ്ടുകെട്ടണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർക്കുമെതിരെയാണ് പ്രതാപൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രസിദ്ധീകരിച്ച 16 പേജുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് LDF ഭവന സന്ദർശനത്തിലൂടെ വിതരണം ചെയ്യുന്നത്. ഇത് പരസ്യമായ ചട്ടലംഘനമാണെന്ന് കാട്ടിയാണ് പരാതി നൽകിയത്. യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക്. ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന 16 പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിന്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം ഒരു ബൂത്തിൽ 300 കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LDFിന്റെ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോഡ് വർക്ക് നടത്താണ് ഇത് ഉപയോഗിച്ചിട്ട്. ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം. ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ പേരിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രി തൃശൂരിലെത്തി പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കരുവന്നൂർ കേസിലെ ED അറിയിപ്പ് ഫോണിൽ പറയാതെ നേരിട്ടെത്തി അറിയിക്കാനാണെന്ന് പ്രതാപൻ പരിഹസിച്ചു. EDയെ എതിർക്കുമ്പോഴും
കരുവന്നൂർ വിഷയത്തിലെ കണ്ടെത്തൽ ഗൗരവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. EDയുടെ ചിറകുകൾ പലരുടെയും ഓഫീസിലേക്കും വീട്ടുപടിക്കലേക്കും പറന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്ന് കേൾക്കുന്നു. ആ EDനൊക്കെ മുഖ്യമന്ത്രി സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയതിൻ്റെ അറിയിപ്പ് ഫോൺ വഴി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ ആരും ചോർത്തണ്ടെന്ന് വെച്ചിട്ട് നേരിട്ട് വന്ന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് കരുവന്നൂർ കേസിലെ EDയുടെ അന്വേഷണം ആവിയായി കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ EDയുടെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് എതിരാണ്. കരുവന്നൂരിൽ അഴിമതിക്കാർക്കെതിരാണ്. ഞങ്ങൾ ഇരകൾക്ക് ഒപ്പമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ വൈകിട്ട് 4 മണിക്ക് തൃശൂർ ജില്ലയിലെ 3 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ മാർച്ച് 4 മണിക്ക് നാളെ DCC ആരംഭിക്കും. TCV തൃശൂർ. RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെയാണ് കേസെടുത്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ RLV രാമകൃഷ്ണനെ വേദി നൽകുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ 28-ന് നടക്കുന്ന ചിറപ്പ് മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രതിഫലം നൽകി തന്നെയാണ് ക്ഷണിക്കുന്നത്. സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും വിവാദത്തിൽ താൻ കക്ഷി ചേരാനില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ദിവസം മുൻപ് തന്നെ എല്ലാവരും വേട്ടയാടി. അതിന്റെ സത്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത്. കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജാതീയ ആക്ഷേപം നടത്തിയ നർത്തകി സത്യഭാമയ്ക്കെതിരെയുള്ള നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നർത്തകിക്കെതിരെ മാത്രമല്ല, സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കാൻ മനഃപൂർവ്വ ശ്രമം നടത്തിയ യൂട്യൂബ് ചാനലിനെതിരെയും നിയമ പോരാട്ടം നടത്തും. കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടമടക്കമുള്ള കലകൾ അഭ്യസിക്കരുത് എന്ന അപ്രഖ്യാപിത നിയമം ഈ സംഭവത്തിന്റെ ബാക്കിപത്രമായി അവശേഷിക്കരുത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സംഘടനകളും വ്യക്തികളും തനിക്ക് ഊർജം പകരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നടൻ സുരേഷ് ഗോപിയുടെ തറവാട് ക്ഷേത്രത്തിൽ ഈ മാസം 28-ന് നടക്കുന്ന ഉത്സവത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സുരേഷ് ഗോപിയാണ് ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചത് എന്നും രാമകൃഷ്ണൻ പറഞ്ഞു. തനിക്ക് നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതിൽ സന്തോഷമുണ്ട്. കലയ്ക്കു വേണ്ടി സുരേഷ് ഗോപിയുമായി സഹകരിക്കും. സിനിമാ രംഗത്ത് നിന്നും ഇങ്ങനെയൊരു സഹായം ലഭിക്കാൻ ഇത്ര വർഷം വേണ്ടി വന്നു എന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. നമ്മളിതിനെ നിയമപരമായി തന്നെ നേരിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഇത് ഒരു ബാക്കി പത്രമായിട്ട് അവശേഷിക്കാൻ പാടില്ല. കാരണം ഈ കലാമണ്ഡലം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ആരുടെയെങ്കിലും ഉള്ളിലൊക്കെ ഇതിൻ്റെ ചെറിയൊരു അവശിഷ്ടങ്ങൾ കുന്നുകൂടാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലെ നാളെ വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് കറുത്ത നിറമെന്നുള്ളവർ സൂചിപ്പിക്കുന്ന കറുത്തവരും മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം അറിഞ്ഞോ അറിയാതെയോ കേരള സമൂഹത്തിൽ ജീർണിച്ച മനസ്സുമായി ഇനി വന്നു കൂടരുത് ആരുടെയും മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിനടക്കം അല്ലെങ്കിൽ കലാസാംസ്കാരിക കലാസ്ഥാപനങ്ങളിലെ മേധാവികൾക്കും അല്ലെങ്കിൽ കലാധ്യാപകർക്കൊക്കെ ഇതൊരു പാഠമാവണം. അതുകൊണ്ട് തന്നെ ഇതിന് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് തന്നെ പോകും. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ട്രേറ്റിന് മുന്നിൽ ഒറ്റയാൾ സമരം നടന്നു. കഴിമ്പ്രം സ്വദേശി TV രാജുവാണ് നിൽപ്പ് സമരം നടത്തിയത്. 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായ ആറാട്ടുപുഴ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. ആദ്യകാലങ്ങളിൽ 108 ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പ് വന്നിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് ആഘോഷങ്ങളെക്കാൾ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. 30 കോടി ദേവകളുടെ സാന്നിധ്യമുള്ള ഈ പൂരമഹോത്സവം കാണാൻ യക്ഷകിന്നര ഗന്ധർവാദികളും പിശാച രക്ഷോഗണങ്ങളും ആറാട്ടുപുഴ പൂരപ്പാടത്തെത്തും എന്നാണ് വിശ്വാസം. പൂരത്തോടനുബന്ധിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രം
തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂരം ദിവസം അത്താഴപൂജ വൈകിട്ട് 6-ന് മുമ്പ് നടത്തി നട നേരത്തെ അടയ്ക്കും. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥേയത്വം വഹിക്കാനും ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ 250-ൽ പരം പ്രമുഖ വാദ്യ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അകമ്പടിയാകും. ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ തിരുമുമ്പിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന് പ്രമാണിമാരാകും. പമ്പാടി രാജൻ ശാസ്താവിന്റെ തിടം പേറ്റും. പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചാൽ എഴുന്നള്ളി നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്തത്തിന്റെ ശോഭയിൽ ശാസ്താവ് 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഉത്തരവാദിത്വമേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുകയായി. 11 മണിയോടുകൂടി തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. 12 മണിയോടുകൂടി എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 1 മണിയോടുകൂടി അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാർ 6 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളും. ഇതേസമയം പടിഞ്ഞാറ് നിന്ന് നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ടിമേളത്തോടും കൂടി എഴുന്നള്ളും. ആറാട്ടുപുഴ പൂരം ദിവസം അർദ്ധരാത്രി മുതൽ മന്ദാരം കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. TCV ചേർപ്പ്. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ആവേശമായി. തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ ശാസ്താവിന്റെ തിടംപേറ്റി. 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. 150-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തിന് ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും കുറുംകുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പ്രമാണിമാരായി. രാത്രി ഊരകത്തമ്മ തിരുവടിയും തൊട്ടിപ്പാൾ ഭഗവതിയും എഴുന്നള്ളി. ഊരകത്തമ്മ തിരുവടിക്ക് പഞ്ചാരിമേളവും തൊട്ടിപ്പാൾ ഭഗവതിക്ക് പാണ്ടിമേളവും അകമ്പടിയായി. ചേർപ്പ് പീടിക്കപ്പറമ്പ് ആനയോട്ടം നടന്നു. കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ 1ാമതും 2ാം സ്ഥാനത്ത് മേടംകുളം ശാസ്താവിന്റെ തോപ്പിൽ കുട്ടിശങ്കരനും നാങ്കുളം ശാസ്താവിന്റെ എളമണ്ണൂർ വാസന്തി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചിറ്റിച്ചാത്തക്കുളം, ചക്കംകുളം, നാങ്കുളം, മേടംകുളം, കോടന്നൂർ ശാസ്താക്കന്മാരും തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പാൾ, എടക്കുന്നി ഭഗവതിമാരുമാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ആനയോട്ടത്തിന് ശേഷം ദേവീദേവന്മാർ പീടിക്കപ്പറമ്പ് തേവരെ വലം വെച്ചതിന് ശേഷം ചാത്തക്കുളം ശാസ്താവിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച ആഘോഷിക്കും. ഇത്തവണ തെക്കുംകൂർ വേലയായതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ അന്തിമഹാകാളൻകാവിൽ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് തട്ടകദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യ അകമ്പടിയോടെ കെട്ടുകാളവേലകൾ ക്ഷേത്രത്തിലേക്ക് വരവ് തുടങ്ങും. വൈകിട്ട് കാവങ്കണത്തിൽ എത്തുന്ന കാളവേലകൾ ഞായറാഴ്ച പുലർച്ചെയാണ് കാവിനകത്ത് പ്രവേശിക്കുക. പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തോന്നൂർക്കര, കുറുമല എന്നിവരാണ് വേലയിലെ പ്രധാന ദേശക്കാർ. വേല ദിവസം രാത്രി തേർത്തട്ടിലേറിയുള്ള കാളി ദാരിക പ്രദക്ഷിണവും ശേഷം കാളി ദാരിക സംവാദവും പ്രതീകാത്മക ദാരിക വധവും നടക്കും. അതേസമയം അനുമതിയില്ലാത്തതിനാൽ ഇത്തവണയും വെടിക്കെട്ട് ഉണ്ടാകില്ല. പെരിങ്ങാവിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും വിൽപ്പന നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വിയൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശി മുക്സീദുൽ ആലോമിനെയാണ് അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ ലഹരി മരുന്നുകൾ വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇളന്തുരുത്തിയിൽ നിന്ന് കോഴിക്കട നടത്തിയിരുന്ന ആസാം സ്വദേശിയെ ബ്രൗൺ ഷുഗറുമായി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. വിയൂർ SI വിവേക് നാരായണൻ, ലഹരി വിരുദ്ധ സ്ക്വാഡ് SIമാരായ NG സുബ്രതകുമാർ, P മോഹൻകുമാർ, K ഗോപാലകൃഷ്ണൻ എന്നിവർ ബ്രൗൺ ഷുഗർ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേച്ചേരിയിൽ വീട്ടിൽ മോഷണം. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 56,000 രൂപയും 1.25 പവൻ സ്വർണവും കവർന്നു. കേച്ചേരി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ടത്തുവളപ്പിൽ അജീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അജീനയുടെ മകൻ സാജിദ് ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഈ സമയം അജീന വീടിന്റെ മുകളിലത്തെ നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് സാജിദ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്.
കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കിടെയാണ് മുഖ്യമന്ത്രി CPM ജില്ലാ ഓഫീസിൽ എത്തിയത്. ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിലെ ചാപ്പാറ മണ്ണാർത്താഴം സ്വദേശിയായ ഡോക്ടറുടെ 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് മൈലാപ്പൂരിൽ താമസിക്കുന്ന മലയാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന FX യോഗി അഡ്വൈസേഴ്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ വിജയിയെ ആണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 68.8 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത വിജയ് ചെന്നൈയിൽ ജയിലിലായിരുന്നു. FX യോഗി അഡ്വൈസേഴ്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത നിക്ഷേപകരെ സ്വീകരിച്ചിരുന്നു. ഇവരുടെ കമ്പനിക്ക് പുറമെ വ്യാജ കമ്പനികളുടെ വെബ്സൈറ്റുകളും ഇവർ നിയന്ത്രിച്ചിരുന്നു. ഇതിലൂടെയാണ് ഇടപാടുകാരെ ആകർഷിച്ചിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇടപാടുകാർക്ക് കൃത്യമായ ലാഭം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ തുക നിക്ഷേപിച്ചതോടെ പണം നൽകാതെ മുങ്ങുകയായിരുന്നു. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി BS സുനിൽകുമാറിനായി വേറിട്ട രീതിയിൽ ചുമരെഴുത്തുമായി ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി രംഗത്ത്. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനും പ്രവാസി ഫെഡറേഷൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറിയുമായ അഭിലാഷ് V ചന്ദ്രനാണ് വീട്ടുമതിലിൽ വേറിട്ട ചുമരെഴുത്ത് ഒരുക്കിയത്. അക്രിലിക് പെയിന്റിംഗിൽ 3 പേർ 12 ദിവസം സമയമെടുത്താണ് ചുമരെഴുത്ത് പൂർത്തിയാക്കിയത്. മണ്ണ്, കൃഷി എന്നീ തീമിലാണ് ചുമരെഴുത്ത് ഒരുക്കിയതെന്ന് അഭിലാഷ് V ചന്ദ്രൻ പറഞ്ഞു. പ്രശസ്ത ചിത്രകാരൻ ജ്യോതി ബാസിന്റെ നേതൃത്വത്തിൽ സുരൻ തിരുവെങ്കിടം, അനിൽ നെന്മിനി എന്നിവരാണ് ചുമരെഴുത്ത് പൂർത്തിയാക്കിയത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ 12ാമത് ജില്ലാ സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. UNA ജില്ലാ പ്രസിഡന്റ് ലിഫിൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. UNA ദേശീയ സെക്രട്ടറി MV സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ലിജോ കുര്യൻ, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി രശ്മി പരമേശ്വരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആൻസൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി തെക്കേ ഗോപുരനടയിൽ നിന്ന് നഴ്സുമാരുടെ പ്രകടനവും നടന്നു. ഇതേ ടൗൺ ഹാളിൽ വെച്ച് നമ്മൾ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാരണം നിറത്തിന്റെ പേരിൽ നാട്ടിൽ പോകാനായി കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശികളായ ഗാഡ്സൺ, സഹോദരൻ മുത്തുപാണ്ടി എന്നിവരെയാണ് അഴീക്കോട് നിന്നും കടലിൽ പോയ മാലിക് 3 എന്ന ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ ചാരനു സമീപം ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തു വരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ബോട്ട് ഉടമ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് തൊഴിലാളികൾ ലൈഫ് ബോയയുമായി കടലിൽ ചാടുകയായിരുന്നു. അതുവഴി വന്ന മറ്റൊരു മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളാണ് ഇവരെ രക്ഷിച്ചത്. ഇവരെ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷന് കൈമാറി. പുരോഹിതന്റെ മാന്ത്രിക വിരലുകളാൽ ധന്യമായ ക്രിസ്തീയ ഭക്തിഗാന ആൽബം ചെമ്മാനം പോലെ ശ്രദ്ധേയമാകുന്നു. BC ക്രിയേഷൻസിന്റെ ബാനറിൽ ഫാദർ ജോഷി ചിരിയൻ കണ്ടത്താണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചെമ്മാനം പോലെ എന്നാഥാ നിൻ വദനം ചെഞ്ചോരയിൽ നീ രക്താംബരമാ. കൊടകര കനകമല പ്രധാന ലൊക്കേഷനായ ആൽബം ഇതിനോടകം നിരവധി പേരാണ് യൂട്യൂബിലൂടെ ആസ്വദിച്ചത്. ജീവിത ക്രൂശും താങ്ങി ഇരുളല ചൂഴും സഹന കനലിൽ വെന്തെരിയാനായി നിന്നൊരുകുന്നു ഞാൻ. ബൈജു ചിരിയൻ കണ്ടത്ത് നിർമ്മിച്ച ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് TCV പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായ സൂരജ് കൃഷ്ണയാണ്. സ്കറിയ ജേക്കബ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അധ്യാപകനായ ജെനിൽ ജോണാണ് അഭിനേതാവ്. വിജേഷ് നാഥ് ഛായാഗ്രഹണവും ആൻഡോ ചിരിയൻ കണ്ടത്ത് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ചെമ്മാനം പോലെ എന്നാഥാ നിൻ വദനം ചെഞ്ചോരയിൽ നീ രക്താംബരമാ. ചെമ്മാനം പോലെ എന്നാഥാ നിൻ
വദനം ചെഞ്ചോരയിൽ മുങ്ങി രക്താംബരമാ. TCV ന്യൂസ് തൃശൂർ. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയും മാലപൊട്ടിക്കൽ കേസുകളിലെ പ്രതിയുമായ കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ അമലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് ഇയാളെ 1 വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവിട്ടത്. കൊരട്ടി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ മാല പൊട്ടിച്ചതിന് 7ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞു. രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന CAA ഇന്ത്യൻ ജനത അംഗീകരിക്കില്ലെന്നും പിൻവലിക്കും വരെ തെരുവിൽ പോരാട്ടം തുടരുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരിപ്പുഴ പറഞ്ഞു. CAA പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CAA നടപ്പിലാക്കുക എന്നതാണ് സർക്കാർ തീരുമാനമെങ്കിൽ 2ാം പൗരത്വ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. പ്രക്ഷോഭങ്ങൾ കൊണ്ട് മാത്രമേ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സുരേന്ദ്രൻ കരിപ്പുഴ കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. നിരൂപകൻ സണ്ണി M. കപ്രിക്കാട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, PDP ജില്ലാ സെക്രട്ടറി നൌഷാദ്, RMPI ജില്ലാ സെക്രട്ടറി PJ മോൻസി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി KS നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. K. വേണുവും കാലവും എന്ന വിഷയത്തിൽ വിവിധ സെമിനാറുകൾ തൃശൂരിൽ സംഘടിപ്പിച്ചു. സാഹിത്യകാരി സാറ ജോസഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. I. ഗോപിനാഥ്, K. അരവിന്ദാക്ഷൻ, സജീവൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡും ജില്ലാ ക്ഷയരോഗ കേന്ദ്രവും സംയുക്തമായി ക്ഷയരോഗ വിമുക്ത ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ നടന്ന ക്യാമ്പ് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് അംഗം ബിന്നി എമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ MM ജോവിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമ ബോർഡ് അക്കൌണ്ട് ഓഫീസർ സലീഷ് കുമാർ, PA ജോജു, MB ഷീന തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജലദിനത്തോടനുബന്ധിച്ച് ജില്ലാ നിയമസേവന അതോറിറ്റി പക്ഷികൾക്കൊരു പാനപാത്രം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ PP സെയ്ദലവി പക്ഷികൾക്ക് ജലപാനത്തിനായി ഒരുക്കിയ മൺചട്ടിയിൽ വെള്ളം നിറച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 3rd അഡീഷണൽ ജില്ലാ ജഡ്ജ് TK മിനിമോൾ, ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ജലദിന സന്ദേശം പകർന്ന് തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. പക്ഷികൾക്കായി ജില്ലാ കോടതി വളപ്പിൽ 10ഓളം പാനപാത്രങ്ങളാണ് സ്ഥാപിച്ചത്. ഇനി വാണിജ്യം. ആർട്ട് ഗ്യാലറിയും ബുക്ക് സ്റ്റോറും സെമി പ്രീമിയം കഫേയും ഉൾപ്പെടുന്ന പൊതു ഇടമെന്ന സ്വപ്ന സാക്ഷാത്കാരമായി തൃശൂർ കോട്ടപ്പുറം മാരിയമ്മൻ കോവിലിന് സമീപം ഐവറി ആർട്ട് കഫേ പ്രവർത്തനം ആരംഭിച്ചു. സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രസിദ്ധ ചിത്രകാരനും ആർട്ട് ക്യൂറേറ്ററുമായ ബോസ് കൃഷ്ണമാചാരി മുഖ്യാതിഥിയായിരുന്നു. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ്, സയന്റിസ്റ്റ് ഡോക്ടർ CV കൃഷ്ണൻ, എമിർകോം അബുദാബി COO ഡോക്ടർ അജയകുമാർ, ഐവറി ആർട്ട് കഫേ ഡയറക്ടർ പ്രവീൺ വൈശാഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാർഡൻ കഫേ, അപ്പർ ഡെക്ക് കഫേ, ക്യൂറേറ്റഡ് ഇംഗ്ലീഷ് മലയാളം ബുക്സും ആർട്ട് ബുക്സ് റഫറൻസ് വിഭാഗവും അടങ്ങിയ ബുക്ക് സ്റ്റോർ, പ്രമുഖ ചിത്രകാരുടെയും ശില്പികളുടെയും സൃഷ്ടികളുടെ ശേഖരമടങ്ങിയ ആർട്ട് ഗാലറി എന്നിവ ഐവറി ആർട്ട് കഫേയുടെ സവിശേഷതകളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമേറിയതും സ്വാദിഷ്ടവുമായ വിഭവങ്ങളാണ് കഫേയിൽ ഭക്ഷ്യാസ്വാദകർക്കായി ഒരുക്കിയിരിക്കുന്നത്. വാം സീസർ സാലഡ്, കോബ് സാലഡ്, മെക്സിക്കൻ ടാക്കോ സാലഡ്, ക്ലാസിക് ഹ്യൂമസ്, പ്രോൺ റോൾസ്, ഗീ ചിക്കൻ ടോസ്റ്റ്, ലെബനീസ് കാസിക്കി എഗ്, വൈൽഡ് കാർലിക് ആൻഡ് ക്രീം, റെഡ് ബുൾ, ബാർബിക്, ചിമ്മിച്ചൂരി തുടങ്ങിയ നോൺ വെജ് വിഭവങ്ങളും ജമൈക്കൻ കോൺ റിബ്സ്, മാജിക് മഷ്റൂംസ്, യൂഫോറിക് ബീഫ് കോളി, ഫിയറി ഹോട്ട് പനീർ തുടങ്ങിയ വെജ് വിഭവങ്ങളും, ഹെർബ് റൈസ്, അറബിക് പിറ്റ, ഹെർബ് ഫുൽക്ക, മംഗളൂരിയൻ ബൺ എന്നിവയും വിവിധയിനം പാനീയങ്ങളും ഐവറി ആർട്ട് കഫേയുടെ കലവറയെ ആകർഷകമാക്കുന്നു. ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 1 വരെ കഫേയും രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്ക് സ്റ്റോറും ആർട്ട് ഗാലറിയും തുറന്നു പ്രവർത്തിക്കും.
പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലയിലും വ്യാപക പ്രതിഷേധം. തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ജയിലിലടച്ച് ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി P. രാജീവ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകി KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. LDF വിതരണം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കണ്ടുകെട്ടണമെന്ന് TN പ്രതാപൻ. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. സത്യഭാമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് RLV രാമകൃഷ്ണൻ. കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവസംഗമം ശനിയാഴ്ച. പീടികപ്പറമ്പ് ആനയോട്ടത്തിൽ കൊടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ ഒന്നാമനായി. ആവേശമായി തറയ്ക്കൽ പൂരം. ചേലക്കര അന്തിമഹാകാളൻ കാവുവേല ശനിയാഴ്ച ആഘോഷിക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.